ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യനാമം മഹിമപ്പെടട്ടെ, മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും തികഞ്ഞ ദൈവാശ്രയത്വത്തോടും കൂടെ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ താണിരിക്കാം. കൂടി വന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചൊല്ലുന്നു. നിങ്ങളെല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രതീക്ഷയോടെ ആകുന്നുവല്ലോ നമ്മളെല്ലാവരും ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഇന്ന് നമ്മെ നിരാശപ്പെടുത്താതെ ദൈവത്തിന്റെ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് തന്നെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അല്പസമയം ദൈവവചന കേൾവിക്കായി നമുക്ക് മാറ്റിവെക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനത്തെ അവിടുന്ന് അയക്കുകയും ആ വചനത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ സകലവിധമാകുന്ന ആകുലതകൾക്കും പരിഹാരം നൽകുകയും ചെയ്യുന്ന വലിയവനായ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് വചനത്തിന്റെ പൊരുൾ തിരിച്ചു തരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായി ഇങ്ങനെ ഒരു തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്: പുതിയ ജീവൻ എപ്പോഴും പ്രാപിക്കുക. എപ്പോഴും പ്രാപിക്കുക. നമുക്ക് അൺലിമിറ്റഡായി സ്വീകരിക്കാൻ കഴിയുന്ന, അൺലിമിറ്റഡായി നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ദൈവത്തിന്റെ ജീവൻ. കർത്താവിന്റെ ജീവൻ നമുക്ക് അൺലിമിറ്റഡായി നമുക്ക് സ്വീകരിക്കാൻ കഴിയും. നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ഒരു പ്രത്യേകത, നമുക്ക് എന്ത് ഭക്ഷണവും കഴിക്കാൻ കഴിയുമെങ്കിലും നമുക്ക് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ശരീരത്തിന് ഫുഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. എത്ര കഴിക്കാൻ പറ്റുമെങ്കിലും, കഴിക്കാൻ എത്ര പൈസ കയ്യിലുണ്ടെങ്കിലും നമ്മുടെ വയറ് നിറയുന്നവരെ നമുക്ക് കഴിക്കാൻ ഒക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ശരീരം പുറത്തേക്ക് തള്ളും. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ ഒരു ഏറ്റവും വലിയ ഒരു സാധ്യതയാണ്, ദാഹിക്കുന്നിടത്തോളം കൊതിക്കുന്നിടത്തോളം നമുക്ക് ദൈവത്തിൽ നിന്ന് പുതിയ ജീവനെ, പുതിയ ശക്തിയെ, പുതിയ കൃപയെ നമുക്ക് പ്രാപിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പുതിയ ജീവൻ ഒരു വ്യക്തി എപ്പോഴും പ്രാപിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവന്റെ ആത്മീയ ജീവിതം എക്സ്പയർ ആയി പോകും. അവന്റെ ആത്മീയ ജീവിതം എക്സ്പയർ ആയി പോകും. നമുക്കൊരിക്കലും പഴയ ജീവൻ വെച്ച്, പഴയ ശക്തി വെച്ച്, പഴയ കൃപയിൽ, പഴയ ബലത്തിൽ നമുക്ക് മുമ്പോട്ട് എല്ലാ കാലവും പോകാൻ പറ്റത്തില്ല. എപ്പോഴും പുതിയ ജീവൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കണം. അതിനു വേണ്ടിയിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അത് 39-ാമത്തെ അതിന്റെ 38-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നവർ പ്രാപിക്കുന്ന ഒരു ജീവനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നവർ പ്രാപിക്കുന്ന ഒരു ജീവനുണ്ട്. ഞാൻ തുറന്ന് നിങ്ങളോട് പറയാണ്, ആ ജീവനെ കുറിച്ച് എനിക്ക് ഇന്ന് വരെ പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. എനിക്ക് ആ ജീവനെ കുറിച്ച് ഒരു വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിഞ്ഞുകൂടാ. അത് അങ്ങനെ ഇരിക്കുമെന്നോ ഇങ്ങനെ ഇരിക്കുമെന്നോ, അത് പ്രാപിക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് ശക്തമായി പ്രസംഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരുണ്ട്. പക്ഷെ എനിക്കിതുവരെ ആ ജീവനെ കുറിച്ച്, അതങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, അത് പ്രാപിക്കും, എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിഞ്ഞുകൂടാ. അതിന് യോഹന്നാന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ ജീവനെ കുറിച്ച്, എടോ നിങ്ങളത് പ്രാപിക്കുക, നിങ്ങളത് പ്രാപിച്ചാൽ ഇതാണ് അതിന്റെ ഗുണം, നിങ്ങളത് സ്വീകരിക്കുക, നിങ്ങളത് അംഗീകരിക്കുക, മനസ്സിലാക്കുക എന്ന് പറയാൻ യോഹന്നാന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. യെസ്, നമുക്ക് തിരുവെഴുത്തുകളെ കുറിച്ച് അറിയാം, നമ്മളതിനെ ശോധന ചെയ്യുന്നു. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ സത്യമെന്ന് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ആരും അതിനെ കള്ളമെന്ന് പറയുന്നില്ല. എങ്കിലും വേണ്ടത്ര നമുക്ക് അടുത്ത് ചെല്ലാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. കഴിയുന്നില്ല. ഞാൻ ഇന്നിവിടെ വീട്ടിൽ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെ ഒരു അർത്ഥം കൂടെ ഉൾപ്പെടുത്തി സംസാരിച്ചിരുന്നു. നമ്മളാരും ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു അളവിലേക്ക് നമുക്ക് യേശുവിന്റെ അരികിലേക്ക് ചെല്ലാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, കഴിയുന്നില്ല.
അതൊരു സത്യമാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതിനകത്തൊരു പരമമായ സത്യമുണ്ട്. നമ്മൾ കർത്താവിന്റെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ആദ്യം മാറിപ്പോകുന്നത് ഗ്യാപ്പ് മാറും. കർത്താവ് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വാക്കിനോട് പ്രാധാന്യമില്ലാതെ വരും. ഇപ്പോ ഈ പെന്നില് ഈ ക്യാപ്പ് ഇരിക്കുന്നു, ഇതിനകത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വാക്കിന് യാതൊരു ബന്ധവുമില്ല. കാരണം ഈ ക്യാപ്പും ഇതും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ ഇരിക്കണമെങ്കിൽ ഇതിന് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാൽ ഇതിനകത്ത് ചേർന്നിരിക്കുന്നിടത്തോളം കാലം ഇതിനൊരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വാക്കിന് പ്രാധാന്യമില്ല, അകൽച്ച എന്നൊന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ അകൽച്ചയെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ഈ നിബിലത്തെ ഈ മഷി എന്റെ ഷർട്ടിൽ പുരളും എന്ന് പറയേണ്ട ആവശ്യം ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട പോലും കാര്യമില്ല. കാരണം ഈ ബന്ധം ഇതിനെ കവർ ചെയ്തു. ഈ ബന്ധം ഇതിനകത്തുള്ള മഷിയുടെ ലീക്കിനെ തടയുന്നു. ഈ ബന്ധം, ഈ ക്യാപ്പിന്റെ ഈ ബന്ധം ഈ പെന്നിനകത്തുള്ള മഷിയുടെ ചോർച്ചയെ തടയുന്നു. ആ ചോർച്ച നിമിത്തം എന്റെ ഷർട്ടിൽ മഷി പുരളുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. എപ്പോഴാണോ ബന്ധം നഷ്ടമാകുന്നത്, ബന്ധങ്ങൾക്കകത്ത് അകൽച്ച വരുന്നത്, ആ സെക്കൻഡ് മുതൽ ചോർച്ച വന്നു തുടങ്ങും. അതുകൊണ്ടാണ് ഇവിടെ യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും, ജീവനെ കുറിച്ച് അറിയാമെങ്കിലും, ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. മനസ്സാണ് എന്തിന്റെയും അടിസ്ഥാനം. നിങ്ങൾക്ക് ഇന്ന് ഈ സന്ദേശം കേൾക്കണമെങ്കിലും, ഈ സന്ദേശം നിങ്ങൾക്ക് മുഴുവൻ കേൾക്കണമെങ്കിലും നിങ്ങൾക്കൊരു മനസ്സ് വേണം. എത്രയോ പേർ ഈ സന്ദേശത്തിന്റെ തുടക്കം കേട്ടിട്ട് ചാടിപ്പോയി കാണും. നിങ്ങളുടെ കൂടെ കണ്ടു തുടങ്ങിയവർ പലരും ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ കൂടെ ഇതിന്റെ കണ്ടിന്യൂഷൻ കാണുന്നില്ല. പലരും ഇത് മുതൽ പിന്നെ കാണാതിരിക്കും. കാരണം അവർക്ക് മനസ്സില്ല. എന്തിനും ഒരു മനസ്സാവശ്യമാണ്. കർത്താവിന്റെ അരികിലേക്ക് അടുത്തു ചെല്ലാനും, കർത്താവ് പറയുന്നത് കേൾക്കാനും, വിശ്വസിക്കാനും, പ്രാപിക്കാനും മനസ്സ് വേണം. അതാ ഇവിടെ പൗത്രവചനം പറയുന്നത്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ പുതുജീവൻ ഒരു വ്യക്തി പ്രാപിക്കണമെങ്കിൽ അവന്റെ മനസ്സാദ്യം ഒരുക്കപ്പെട്ടതായിരിക്കണം, സമർപ്പണമുള്ളതായിരിക്കണം. അവന്റെ മനസ്സ് ഒരുക്കി അവൻ ദൈവത്തിന്റെ അരികിലേക്ക് വരുവാൻ തയ്യാറെടുക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും പുതിയ ജീവൻ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. രണ്ടാമത്തെ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിന്റെ 3-ാമത്തെ അധ്യായം 36-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം വായിക്കുമ്പോൾ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ജീവന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുസരണ ഉള്ളവർക്കാണ് ദൈവത്തിൽ നിന്ന് ജീവൻ പ്രാപിക്കുവാൻ കഴിയുക. അബ്രഹാം ദൈവത്തെ അനുസരിച്ചതിന്റെ ഏറ്റവും വലിയൊരു മാതൃകാ പുരുഷനാണ് അബ്രഹാം. അതുകൊണ്ട് തന്നെ അബ്രഹാം ഏത് നിലവാരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അബ്രഹാമിന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ കാരണം ആരാധനയല്ലായിരുന്നു, അനുസരണമായിരുന്നു. പ്രൈസ് ഗോഡ്. നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ കാരണം, വളർച്ചയുടെ കാരണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ കാരണം ആരാധനയല്ല. ആരാധിച്ച് ദൈവത്തെ സ്നേഹിപ്പിച്ച അല്ലെങ്കിൽ ആരാധിച്ച് ദൈവത്തോടു കൂടി ഒരു വ്യക്തിയല്ല, അനുസരിച്ച് ദൈവത്തോടു കൂടി ഒരു വ്യക്തി അബ്രഹാം. തിരിപഠിക്കാനുണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന്. ഏതവസ്ഥയിൽ നിന്ന് ദൈവം വിളിച്ച വ്യക്തിയാന്ന് ഓർത്ത് നോക്കണം. പക്ഷേ അനുസരണത്തിലും കുറയാത്തൊരു മനുഷ്യൻ. ഹല്ലേലൂയ. വയസ്സ് ചെന്നിട്ടും ദൈവത്തെ അനുസരിച്ചു. നിങ്ങൾ ഓർത്തു നോക്കാം, വയസ്സ് ചെന്നിട്ടും ദൈവത്തെ അനുസരിച്ച് ജീവിച്ചൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവകൃത്യം. ആരാധിച്ച് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച വ്യക്തിയല്ല, അനുസരിച്ച് സ്വീകരിച്ച വ്യക്തിയാണ്. അപ്പൊ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ
ജീവനെ കാണുകയില്ലെന്ന വചനം പറയുന്നത്. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. നോക്കിയേ, നമ്മുടെ മേൽ മാനുഷിക കോപം, മാനുഷിക ക്രോധം, സാത്താന്റെ ക്രോധം, ദൈവത്തിന്റെ ക്രോധം ഇങ്ങനെ ഉണ്ട്. ദൈവത്തിന്റെ ക്രോധവും മനുഷ്യന്റെ മേൽ വസിക്കും, സാത്താന്റെ കോപവും മനുഷ്യന്റെ മേൽ വരും, മാനുഷിക കോപവും മനുഷ്യന്റെ മേൽ വരും. മാനുഷിക കോപവും സാത്താന്റെ കോപവും ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അനുകൂലത നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും. പക്ഷെ ദൈവത്തിന്റെ ക്രോധം തന്നെ ഒരു മനുഷ്യന്റെ മേൽ വീണ് കഴിഞ്ഞാൽ അവൻ അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 34-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. സകലവും കൊടുത്ത കൂട്ടത്തിലുള്ള ഒന്നാണ് ദൈവത്തിന്റെ ജീവൻ, നിത്യജീവൻ. ആ നിത്യജീവൻ ഒരു മനുഷ്യന്റെ മേൽ പ്രാപിച്ചതിന് ശേഷം, ഒരു ദൈവപൈതൽ അത് പ്രാപിച്ചതിന് ശേഷം അതിനെ വേണ്ടത്ര രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നില്ല, അതിനെ പരിപാലിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല, അതിനൊത്തവണ്ണം അനുസരണയോടെ ജീവിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ക്രോധം ആരും പറയാതെ അവന്റെ മേൽ വരും. കാരണം പുത്രൻ ഈ ലൈഫ് നമുക്ക് തരാൻ ചെറിയ പേയ്മെന്റ് അല്ല കൊടുത്തേക്കുന്നത്, തന്റെ തന്നെ ലൈഫാണ് കൊടുത്തത്. നല്ലൊരു പ്രായമായി യേശു നമുക്ക് വേണ്ടി കൊടുത്തത്, ശരിയല്ലേ? ഏറ്റവും നല്ലൊരു പ്രായം. അപ്പോ നമുക്ക് ആ ജീവൻ തരാൻ വേണ്ടി, ആ ലൈഫ് തരാൻ വേണ്ടി യേശു മുടക്കിയ ആ വിലയെ മനുഷ്യൻ മാനിച്ചില്ലെങ്കിലും പിതാവ് മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പുത്രനെ അനുസരിച്ചില്ലെങ്കിൽ ദൈവക്രോധം അവരുടെ മേൽ വരുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ ജീവൻ ഒരു വ്യക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തെ അനുസരിക്കുന്നവനായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കാണ് പുതിയ ജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം തന്നെ അതിന്റെ 16-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന്, മൂന്നാമത് ആർക്ക് ദൈവത്തിന്റെ പുതുജീവൻ പ്രാപിക്കാൻ കഴിയുക? വിശ്വസിക്കുന്നവർക്ക് പുതുജീവൻ പ്രാപിക്കാൻ കഴിയും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ ലോകത്ത് വേറെ ആരെയും കണ്ടിട്ടില്ല തക്കവണ്ണം സ്നേഹിക്കുന്നതായിട്ട്. ഇനി ഒത്തിരി ആൾക്കാരെ പരിചയമുണ്ട്, പക്ഷെ ഈ തക്കവണ്ണം സ്നേഹിക്കുന്നത് ഞാൻ ആരെയും കണ്ടിട്ടില്ല. പുത്രനെ നമുക്ക് തരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ തക്കവണ്ണം സ്നേഹിക്കാൻ ഞാൻ എന്താ ദൈവത്തിന് കൊടുത്തേ? പക്ഷേ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എങ്കിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു പാർട്ടാണ് ഞാനും നിങ്ങളും എന്ന വ്യക്തമായ ബോധ്യം ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. അതൊരു വലിയ റെവലേഷനാണ്. ഞാനും നിങ്ങളും ഒരു ഗവൺമെന്റിന്റെ ഭാഗമാണ്. നമ്മളാരും, ഞാൻ ഒരു ഗവൺമെന്റ് സർവന്റ് അല്ല, പക്ഷെ ദൈവരാജ്യത്തെ നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് സർവന്റ് അല്ല, പക്ഷെ ഒരു ദൈവരാജ്യത്തെ സംബന്ധിച്ച് ഞാനും നിങ്ങളും ദൈവത്തിന്റെ സർവന്റ് ആണ്, ആ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ സർവന്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ജീവൻ വേണം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഒരു ഗവൺമെന്റ് സർവന്റ് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. ഞാൻ ഇങ്ങനെ ഗവൺമെന്റിൽ നിന്നാണ്, ഞാൻ ഇന്നൊരു സർവേക്ക് വന്നതാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗവൺമെന്റിന്റെ ആണെന്ന്, നിങ്ങൾ ഗവൺമെന്റിൽ നിന്നാണ് വരുന്നതെന്നുള്ളതിന് എന്തുവാ തെളിവ്? നിങ്ങളുടെ ID കാർഡ് ഉണ്ടോ എന്ന് അവർക്ക് പെട്ടെന്ന് ID കാർഡ് എടുത്ത് കാണിക്കാം. എല്ലാവർക്കും ഗവൺമെന്റിന്റെ ID കാർഡ് കൊണ്ട് നടക്കാനൊക്കത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. എല്ലാവരും ഗവൺമെന്റ് ID കാർഡ് കൊണ്ട് നടക്കാൻ പറ്റുമോ? അവർ ജോലി ചെയ്യുന്ന ID കാർഡ്, അവർക്ക് സ്വന്തമായിട്ട് ഗവൺമെന്റ് ഒരു ID കാർഡ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നതുപോലെ നമ്മൾ ദൈവരാജ്യത്തിലെ സെർവൻസ് ആയിരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയയാണ് സാത്താൻ ഭയപ്പെടുന്നത്. ആ ഐഡിയ എന്നെ എപ്പം ദൈവരാജ്യത്തിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുമെന്ന് നോക്കിയിരിക്കുക പിശാച്. ജീവനില്ലാത്ത ഒരു വ്യക്തിയുടെ ലൈഫിൽ പിശാചിനെ കടക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, ജീവനില്ലാത്ത ഒരു വ്യക്തിയുടെ ലൈഫിൽ പിശാചിന് കടക്കാൻ പറ്റും. നിന്റെ ലൈഫ് കുറയുന്നത് നോക്കി നിൽക്കുക സാത്താൻ. ഒരിക്കൽ യോശുവ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു. ദൂതന്മാരും
യോശുവയും കൂടെ ദൈവത്തിന്റെ സന്നിധി ചെന്നു. അവിടെ നേരെ പിശാചും കടന്നു ചെന്നു എന്നാണ് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. എന്തിനാ? യോശുവയെ കുറ്റം ചുമത്താൻ. അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു. കുറ്റം ചുമത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ പിശാചി കയറി ചെന്നു. നിങ്ങൾ ഓർത്തു നോക്കണം, നമ്മുടെ വീട്ടിൽ മാത്രമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ പിശാച് ചെല്ലുന്നു കുറ്റം ചുമത്താൻ. അവന് കടന്നു ചെല്ലാവുന്ന ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവന് ചെന്ന് നിൽക്കാൻ, അവൻ അവിടെ വരെ എന്നുള്ളൊരു സ്ഥലമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അവിടെ ചെന്ന് നിൽക്കുന്നു കുറ്റം ചുമത്താൻ. എന്നാൽ ദൈവത്തിന്റെ മനസ്സലിവിനാൽ മോശയുടെ മുഷിഞ്ഞ വസ്ത്രം നീക്കി പുതിയതുടുപ്പിച്ച് പുതിയ ചെരുപ്പ് ധരിപ്പിച്ച് പുതിയൊരു രാജമുടി വെച്ചു കൊടുത്ത് യോശുവയെ പുതിയൊരു വ്യക്തിത്വമാക്കി, ആളത്വമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പുതിയ ലൈഫ് ഉണ്ടാകട്ടെ, പുതിയൊരു വസ്ത്രം ഉണ്ടാകട്ടെ, പുതിയൊരു ആത്മീയ വസ്ത്രം, പുതിയൊരു കിരീടം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഗ്ലോറിയ ആമേൻ. ലൈഫ് ഇല്ലാത്തവന്റെ ലൈഫിലേക്ക് പിശാചി കയറാൻ ശ്രമിക്കുന്നത്. ശക്തി ഇല്ലാത്തവന്റെ ലൈഫിലാണ് പിശാചി കയറാൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ദൈവം കാണിച്ചു തന്നിരിക്കുന്ന ഐഡിയാണ് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഐഡിയാണ് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ജീവൻ. പുതിയ ജീവൻ എല്ലാ ദിവസവും പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, പുതിയൊരു വസ്ത്രമായി യോശുവയ്ക്ക് ധരിപ്പിച്ചേ. പഴയ വസ്ത്രം അല്ല, പുതിയൊരു വസ്ത്രം. അതെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പിശാചിന് ഓരോ ദിവസവും പുതിയ ടെക്നോളജീസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ കടക്കണം? ഇന്നലെ അവന്റെ ജീവിതത്തിൽ എനിക്ക് കടക്കാൻ പറ്റിയില്ല, ഇന്ന് എങ്ങനെ അവന്റെ ജീവിതത്തിൽ എനിക്ക് കടക്കാൻ പറ്റും? അവൻ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യും. അവൻ അല്പസമയമേ ഉള്ളൂ. അലറുന്ന സിംഹം പോലെ നടക്കും ആരെ പിടിക്കാൻ വേണ്ടിയാണ്. അവൻ പുതിയ പ്ലാൻ തയ്യാറാക്കുമ്പോൾ, അവൻ പുതിയ ടെക്നോളജീസ് അവൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ, നമ്മൾ അതിനൊത്തവണ്ണം മാറിയില്ല എന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ കടക്കും. അതിനെ എതിർത്ത് തോൽപ്പിക്കാനാണ് ദൈവം ഓരോ ദിവസവും പുതിയത് നിങ്ങൾ ധരിക്കണം, പുതിയത് നിങ്ങൾ പ്രാപിക്കണമെന്ന് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളോട് ദൈവാത്മാവ് പറയുന്നു, പ്രാർത്ഥനയിൽ നിങ്ങൾ മടുത്തു പോകരുത്, ആരാധനയിൽ നിങ്ങൾ മടുത്തു പോകരുത്, ശക്തിയിൽ നിങ്ങൾ കുറഞ്ഞു പോകരുത്, കൂട്ടായ്മ ആചരിക്കുന്നതിൽ നിങ്ങൾ വിമുഖത കാണിക്കരുത്. എപ്പോഴും ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും പാട്ടും വചനങ്ങളുമായി നിങ്ങൾ എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു പെന്നിനകത്ത് ഒരു ക്യാപ്പ് ചേർന്നിരുന്ന് ചോർച്ച തടയുന്നത് പോലെ എവിടെയും കുത്തി പരച്ച്, കാരണം ഇതിന്റെയൊക്കെ ഷാർപ്നെസ് നഷ്ടപ്പെടും. എവിടെയെങ്കിലുമൊക്കെ ഇത് പോറൽ വീണ് കഴിഞ്ഞാൽ ഇതിന് സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. കവറിങ് ഇല്ലെങ്കിൽ സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. ആമേൻ. കവറിങ് ഇല്ലെങ്കിൽ സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. കവറിങ് ഇല്ലെങ്കിൽ അതിന്റെ സുതാര്യത നഷ്ടപ്പെടും. കവറിങ് ഇല്ലെങ്കിൽ ക്വാളിറ്റി നഷ്ടപ്പെടും. കവറിങ് ഇല്ലെങ്കിൽ ഇങ്ക് ലീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് ഇവിടെയെങ്കിലുമൊക്കെ പോറിയും വരഞ്ഞും ഒക്കെ ഇതിന്റെ ആ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെടും. കവറിങ്ങിനകത്ത് ജീവിക്കുക, ഹോളി സ്പിരിറ്റ് കവറിങ്ങിനകത്ത് ജീവിക്കുക, അഭിഷേകത്തിന്റെ കവറിങ്ങിനകത്ത് ജീവിക്കുക. അതിന് ദൈവം നിങ്ങളെ സഹായിക്കും. ആർക്കൊക്കെയാണ്? ഒന്ന്, അനുസരിക്കുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക്. ഹല്ലേലൂയ. ദൈവം ആ പുതിയ ജീവനെ നൽകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈ കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. അങ്ങയുടെ ജീവനിൽ നിറഞ്ഞ് ജീവിക്കുവാൻ, ഓരോ ദിവസവും പുതിയ ജീവനിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപയും ശക്തിയും ഏകണമേ. കർത്താവേ, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവർ കർത്താവിൽ നിന്ന് പുതിയ ജീവൻ സ്വീകരിക്കാൻ കൊതിക്കുന്നുവല്ലോ, ഇപ്പോൾ അത് വിശ്വസിക്കുന്നവരുടെ മേൽ അത് വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രോഗികളായി പലതരത്തിലുള്ള വേദനകളിൽ, നിരാശകളിലൊക്കെ എന്നെ കാണുന്നവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഒരു പൂർണ്ണമാകുന്ന ഒരു വിടുതലിൻ കരം അവരെ സ്പർശിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വിഷയങ്ങളിൽ വലിയ മറുപടി നൽകിയാട്ട് ഇവിടുന്ന് അനുഗ്രഹിക്കണം. ആദരിച്ചതിനായും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായും സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.